നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ മണ്ഡലത്തിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടന്നു. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്ത റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷ പരിപാടികൾ വിവിധ കലാകായിക പരിപാടികളോടെ നടന്നു. തെക്കുംകര പഞ്ചായത്ത് മുട്ടക്കോഴി വിതരണം പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂർ മണ്ഡലത്തിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. ജില്ലാതലത്തിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പുതിയ അപേക്ഷകൾ ലഭിക്കുന്ന പക്ഷം സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സർവേയർമാർ, ഉപകരണങ്ങൾ, OMR എന്നിവരുടെ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് പട്ടയ വിതരണം കാര്യക്ഷമമാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ റവന്യൂ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി അരുൺ S. നായർ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി, ALR ഡെപ്യൂട്ടി കളക്ടർ MS. ജ്യോതി, തൃശൂർ തഹസിൽദാർ T. ജയശ്രീ, വില്ലേജ് ഓഫീസർമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്തയ്ക്ക് തുടക്കമായി. സെപ്റ്റംബർ 4 വരെ നീളുന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. കേരളീയ പൊതുസമൂഹത്തെ ഒരു ഗൃഹനാഥയുടെ കൈയടക്കത്തോടെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന കുടുംബശ്രീ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഏറ്റവും ശ്രദ്ധേയമായി സംഘടിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണെന്ന് ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. കേരളം മുഴുവൻ വിളിക്കുന്ന ഓണം കുടുംബശ്രീയോടൊപ്പം എന്ന മുദ്രാവാക്യം നമ്മളെല്ലാം ഏറ്റുപറഞ്ഞു തുടങ്ങി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വളരെ സജീവമായി നമ്മുടെ വിപണിയിൽ എത്തിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. കൈവച്ചതെല്ലാം പൊന്നാക്കുന്ന ശീലമുള്ള കുടുംബശ്രീ ഒരുക്കുന്ന നാടൻ പച്ചക്കറികളും പൂക്കളും അടക്കമുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഇന്നത്തെ ഇൻസ്റ്റന്റ് ഓണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. തനിമകളിലേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയാണ് കുടുംബശ്രീയുടെ കൂടെ ഓണം ഉണ്ണണമെന്ന് പറയുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ആദ്യ വിൽപ്പന നടത്തി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജീജ ജയൻ സ്വാഗതവും കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽ നന്ദിയും പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK അമൽറാം, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EN സീതാലക്ഷ്മി, PK അഭിലാഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ER പ്രദീപ്, ജിനിത സുഭാഷ്, KG സിന്ധു, ബിന്ദു സുരേഷ്, ഒല്ലൂക്കര ബ്ലോക്ക് ഗോഡ് ആൻഡ് പൗണ്ട്രി സഹകരണ സംഘം പ്രസിഡന്റ് KR രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടുകൂടി മാവേലിയെയും വാമനനെയും ആർപ്പോ വിളിയോടെ എതിരേറ്റ് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് പൂക്കള മത്സരം, ഓണവുമായി ബന്ധപ്പെട്ട മറ്റ് കലാകായിക മത്സരങ്ങൾ എന്നിവ നടത്തി. അധ്യാപകരുടെ തിരുവാതിരക്കളി, വിദ്യാർത്ഥികളുടെ വീരനാട്യം എന്നിവ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഓണാഘോഷ പരിപാടികൾക്ക് പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, സ്കൂൾ പ്രിൻസിപ്പൽമാരായ മരകതം, ടിനോ മൈക്കിൾ, ഹെഡ്മിസ്ട്രസ് സുനിത, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, SMC ചെയർമാൻ സന്തോഷ്, അധ്യാപകർ, MPT അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊണ്ടുകൊണ്ടൊരു മണിമാല കൊട്ടും
തൃശൂർ RDO ഓഫീസിനെ ISO സർട്ടിഫിക്കേഷൻ. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ISO സർട്ടിഫിക്കേഷൻ നേടി. സംസ്ഥാനത്ത് മൂന്നാമത്തെയും ജില്ലയിൽ ആദ്യത്തെയും RDO ഓഫീസിന് ലഭിച്ച അംഗീകാരമാണിത്. സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും നവീകരിച്ച സബ് കളക്ടർ ചേംബറിന്റെ ഉദ്ഘാടനവും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ഗുണമേന്മ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് സർട്ടിഫിക്കേഷന്റെ ലക്ഷ്യം. ഫ്രണ്ട് ഓഫീസ് സൗകര്യം നവീകരിച്ചതോടൊപ്പം 3 മിനിറ്റിനകം ആവശ്യമായ ഫയലുകൾ കണ്ടെത്തുവാൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് റൂമും ഒരുക്കിയിട്ടുണ്ട്. സബ് കളക്ടറുടെ ചേംബർ അടക്കം ഭൗതിക സൗകര്യങ്ങളും ജീവനക്കാർക്കുള്ള കേബിനുകളും പുതുക്കി സജ്ജീകരിച്ചു. പൊതുജന സൗഹാർദ്ദമായ രീതിയിൽ സിറ്റിംഗ് ഏരിയ, ഫീഡിംഗ് റൂം തുടങ്ങി പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നു. സർട്ടിഫിക്കേഷന്റെ കാലാവധി 3 വർഷമാണ്. കില കൺസൾട്ടൻസി മാർഗനിർദ്ദേശങ്ങളുടെ പിന്തുണ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സഹായിച്ചു. പി ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, ഡെപ്യൂട്ടി കളക്ടർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായി. ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 49ാം വാർഷികാഘോഷങ്ങൾ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷം വഹിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ A. സജീവൻ നന്ദി പറഞ്ഞു. പൂക്കളം അടക്കമുള്ള കലാപരിപാടികൾ നടന്നു. മണ്ണത്തി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ, KGK സുന്ദരരാജൻ, വിക്ടറി ITI എടപ്പാൾ പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പാൾ EV തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വമഹാ
തപസ്സിൽ ജ്വലിച്ച ബന്ധങ്ങൾ സമഗ്ര ദർശനമേകീടത്തെ സൂര്യ വെളിച്ചങ്ങൾ മരണാനന്തര ജീവിത സ്വപ്ന പ്രവചന ഘോഷങ്ങൾ മതി നിർത്തുക മനുഷ്യരാവുക മുന്നേറുക നമ്മൾ. വേദിയിലേക്ക് വരികയാണ്. എല്ലാവരും ആർദ്രമായി അവരെ വേദിയിൽ നിന്ന് സ്വീകരിച്ച് വേദിയിലേക്ക് എത്തേണ്ടതാണ്. വിശിഷ്ടാതിഥികളായി നമ്മുടെ വേദിയിലേക്ക് സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ. മഹാരാജ ഒരു മെലഡി ഉണ്ട്, കേൾക്കുമ്പോ തന്നെ മനസ്സിങ്ങനെ മെല്ലെ പോകുന്നൊരു അനുഭൂതിയുണ്ട്. അത് പ്ലീസ് തൊണ്ണൂർത്താള് Saamratam
ഉണ്ടാക്കുന്നവരെ അധ്യാപക വൃത്തിയിൽ തുടരുവാൻ അനുവദിക്കില്ല എന്ന് AIYF. കുന്നംപുറത്ത് സിറാജുൽ ഉൽ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ വീണ്ടും മാനേജ്മെന്റിന്റെ വെല്ലുവിളി. പൊതു അവധിയായ മഹാത്മാ അയ്യങ്കാളി ദിനത്തിൽ വിദ്യാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉയർന്ന വർഗീയ പരാമർശങ്ങളെ ന്യായീകരിക്കാനാണ് തിടുക്കപ്പെട്ട് പൊതു അവധി ദിനത്തിലെ ഓണാഘോഷം. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF പരാതി നൽകി. ഓണാഘോഷ സന്ദേശ സന്ദർശനം നടത്തിയാണ് AIYF വിദ്യാലയത്തിലെത്തിയത്. ഓണം മതവൽക്കരിച്ചും അന്യമതസ്ഥരുടെ ആഘോഷമാണെന്നും മുസ്ലിം മതസ്ഥർ ഇത്തരം ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന സന്ദേശം നൽകിയ അധ്യാപകർക്കെതിരെ കഴിഞ്ഞ ദിവസം പരാതി ഉയരുകയും അധ്യാപികയുടെ വാട്സാപ്പ് സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഓണം മലയാളികളുടെ മതേതരത്വ സാഹോദര്യ സമൃദ്ധിയുടെ ഉത്സവമാണ്, അതിൽ വർഗീയത കലർത്തുവാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി AIYF ഓണ സന്ദേശ സന്ദർശനം നടത്തിയത്. ക്യാമ്പയിൻ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി ഷാജി, ജില്ലാ വൈസ് പ്രസിഡന്റ് വൈശാഖ് അന്തിക്കാട്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിഷാന്ത് മച്ചാട്ട്, CPI മണ്ഡലം സെക്രട്ടറി പ്രേംലാം ചൂണ്ടലത്ത്, ലോക്കൽ സെക്രട്ടറി മണികണ്ഠൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. ഓണാശംസകളും ഓണവരികളും കുറിച്ച കാർഡുകൾ, കായ ഉപ്പേരിയും ശർക്കര വരട്ടിയതും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും വിതരണം ചെയ്തായിരുന്നു AIYF വർഗീയ പരാമർശത്തെ നേരിട്ടത്. AIYF കുന്നംകുളം മണ്ഡലം സെക്രട്ടറി AH ഹസൻകുട്ടി സ്വാഗതം ആശംസിച്ചു. മണ്ഡലം പ്രസിഡന്റ് സതീഷ് പൊറ്റക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മതവിദ്വേഷം പരത്തുന്ന ഈ സ്കൂളിലെ അധ്യാപിക ഒരു നിമിഷം പോലും അവരുടെ അധ്യാപക വൃത്തി നടത്തുവാൻ AIYF സമ്മതിക്കുകയില്ല എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായും ഓണം എന്ന് പറയുന്ന കേരളത്തിലെ ദേശീയ ഉത്സവത്തെ മതവൽക്കരിക്കുവാൻ വേണ്ടി ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ആചരിച്ചാൽ മതി എന്ന് പറയുന്ന ഈ തീർച്ചയായും വളരെ വലിയ മതവിദ്വേഷ പ്രസംഗം ആ അധ്യാപികയുടെ വോയിസ് ക്ലിപ്പിൽ ഉണ്ട് എന്നിരിക്കെ ഇവിടുത്തെ മാനേജ്മെന്റ് അതിനെ കൊടപിടിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ തീർച്ചയായും ഇത്തരം അധ്യാപകർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തെ കൂടി സൂക്ഷ്മമായി പരിശോധിക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റ് ഗൃഹസമ്പർക്ക പരിപാടി തിക്കുങ്കര മണ്ഡലം തല ഉദ്ഘാടനം. മണലിത്തറ KPCCയുടെ ആഹ്വാനപ്രകാരം തിക്കുങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടിയുടെ മണ്ഡലം തല ഉദ്ഘാടനം മണലിത്തറ 6ാം വാർഡിൽ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യുവിന്റെ അധ്യക്ഷതയിൽ സീനിയർ കോൺഗ്രസ് നേതാവ് TA ശങ്കരൻ കൂപ്പൺ നൽകിക്കൊണ്ട് UDF മുൻ ജില്ലാ ചെയർമാനും വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ ചുമതലക്കാരനുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് TA ബാലകൃഷ്ണൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AK വാവുട്ടി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോഷി, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് AM ഹംസ, സുലൈമാൻ പൂവത്തിങ്കൽ, അലേഷ്യസ് TD, ആൻഡോ NP തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ജനകീയ ആസൂത്രണം 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം നടത്തി. 46 മുതൽ 60 ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതം 770 പേർക്ക് വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ ആദ്യ വിതരണം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ഐശ്വര്യ ഉണ്ണി, AR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വെറ്ററിനറി സർജൻ ഡോക്ടർ ഷിബു കുമാർ S പദ്ധതി വിശദീകരണം നടത്തി. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ രാധിക MR സ്വാഗതവും ജിനി കുര്യൻ നന്ദിയും രേഖപ്പെടുത്തി. വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 4-5 വർഷമായി കോഴിക്കുട്ടികളെ എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. നല്ല ഇനം കോഴിക്കുട്ടികൾ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പൂത്തുകുട്ടി ഈ ഒരു വാർഡിലേക്ക് 2 വീതം എന്ന രീതിയിലുള്ള വിതരണം നമ്മൾ പൂർത്തീകരിച്ചു കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം, കോഴിക്കുട്ടികളെ വളർത്തുക, കോഴിയെ വളർത്തുക വെച്ചാൽ അതിന് വലിയ പ്രയാസമുള്ളൊരു ഇതൊക്കെയാണ്. കാരണം ഒരു കോഴിക്കൂട് പണിയാൻ വലിയ കാശിൻ്റെ ചെലവുണ്ട്. പഴയ കാലത്ത് പോലെ KPCCയുടെ ആഹ്വാനപ്രകാരം പുന്നമ്പറമ്പ് വാർഡ് 18ന്റെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. സീനിയർ കോൺഗ്രസ് നേതാവായിരുന്ന CT ദേവസിയുടെ വസതിയിൽ മകൻ ടോം ജെൻ ചെറുവത്തൂരിനെ കൂപ്പൺ നൽകിക്കൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വർഗീസ് വാഗേൽ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, വാർഡ് പ്രസിഡന്റ് നിക്സൺ ആലപ്പാട്ട്, ബൂത്ത് പ്രസിഡന്റ് TD ജോയ്, ജോൺസൺ ആലപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ പ്രായമുള്ള യുവജനങ്ങൾക്ക് പരാതികൾ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471 23 08 630. വനിതാ ശിശുവികസന വകുപ്പിൽ തൃശൂർ ജില്ലയിലെ പഴയന്നൂർ ICDS പ്രൊജക്ടിന്റെ ഉപയോഗത്തിന് വാഹനം കരാറടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകുന്നതിന് മത്സര സ്വഭാവമുള്ള ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 3 ഉച്ചയ്ക്ക് 2 മണി വരെ ടെൻഡർ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048842502527. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ
തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വീണ്ടും വാർത്തയിലേക്ക്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ, പ്രതി റിമാൻഡിലേക്ക്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 മണിക്ക് വെള്ളിക്കുളങ്ങര ചുങ്കാൽ എന്ന സ്ഥലത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന നിരോധിത മയക്കുമരുന്നായ 48 ഗ്രാം കഞ്ചാവ് 6 ചെറിയ പാക്കറ്റുകളിലായി കൈവശം സൂക്ഷിച്ചു നിൽക്കുന്നതിനായി കാണപ്പെട്ടതിനെ മറ്റത്തൂർ തെക്കേ ചുങ്കാൽ സ്വദേശി പനയങ്കാടൻ വീട്ടിൽ അഭിജിത്ത് എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ K, SI ശ്രീനിവാസൻ, GASI സതീഷ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഷോളയാർ ഡാം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് 15 അടി താഴ്ചയിലേക്ക് വീണ വയോധികനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരിയായി എത്തിയ കുന്നംകുളം ആർത്താറ്റ് സ്വദേശി വാഴപ്പിള്ളി വീട്ടിൽ ജോസ് ഷോളയാർ ഡാം വ്യൂ പോയിന്റിൽ നിന്ന് നിരീക്ഷിക്കവേ അബദ്ധത്തിൽ കാൽ വഴുതി കൊക്കയിലേക്ക് വീണ് 15 അടിയോളം താഴെയുള്ള പാറയിടുക്കിൽ തടഞ്ഞു നിന്നു. പരിഭ്രാന്തരായ കുടുംബാംഗങ്ങൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ SHO കുമാർ, സബ് ഇൻസ്പെക്ടർ ആസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലെനിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടനെ തന്നെ സംഭവസ്ഥലത്തെത്തി. വയോധികന്റെ പ്രായവും ശാരീരിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ പോലീസ് ഫയർഫോഴ്സിനെ കാത്തിരിക്കുവാൻ സമയമില്ലെന്നും മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ സബ് ഇൻസ്പെക്ടർ ആസാദ് അപകടകരമായ ചെരിവും ഏറെ അപകട സാധ്യത നിറഞ്ഞതുമായ കൊക്കയിലേക്ക് വടത്തിൽ പിടിച്ച് ഇറങ്ങി വയോധികന്റെ അടുത്തെത്തി. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വയോധികനെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. കൃത്യനിർവഹണത്തിൽ അസാധാരണമായ ധീരതയും സേവന മനോഭാവവും പ്രകടിപ്പിച്ച് സബ് ഇൻസ്പെക്ടർ ആസാദ് മാതൃകയായി. കാപ്പ നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ചതിന് സ്റ്റേഷൻ റൌഡിയായ ബേജാർ നബീൽ എന്നയാൾ അറസ്റ്റിൽ, പ്രതി റിമാൻഡിലേക്ക്. 2025 ഓഗസ്റ്റ് 13 മുതൽ 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പ്രകാരം വിലക്കിയിട്ടുള്ള മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡിയായ ബേജാർ എന്നറിയപ്പെടുന്ന SN പുരം പതിയാശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ നബീൽ എന്നയാൾ ഈ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചതായി വ്യാഴാഴ്ച വൈകിട്ട് 6:25 മണിയോടെ കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ വെച്ച് കാണപ്പെട്ടതിനെ തുടർന്നാണ് നബീലിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നബീൽ മതിലകം, എറണാകുളം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം, അടിപിടി എന്നിങ്ങനെയുള്ള 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇൻസ്പെക്ടർ അരുൺ PK, SI കശ്യപൻ, ASI ഉമേഷ്, CPOമാരായ വിഷ്ണു, സജിത്, അബീഷ് എബ്രഹാം, സുമേഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാപ്പ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി തുടർന്നും സ്വീകരിക്കുമെന്ന് തൃശൂർ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS അറിയിച്ചു. ഓഗസ്റ്റ് മാസം 29-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെ നടത്തിയ ആന്റി നാർക്കോട്ടിക് പരിശോധനയിൽ 6:45-ന് തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, തൃശൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും, തൃശൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും, തൃശൂർ റെയിൽവേ ക്രൈം ഇന്റലി ബ്യൂറോയും, തൃശൂർ പോലീസ് ഡാൻസ് ഓഫ് തുടങ്ങിയവർ സംയുക്തമായി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തിവരികെ 15 ഗ്രാം MDMA-യുമായി മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ കരുളായി വില്ലേജിൽ മുഹമ്മദ് ഹബീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്തു.
ബാംഗ്ലൂരിൽ നിന്നും ഗ്രാമിനെ 3000 രൂപ കണക്കിന് മേടിച്ച് ടിയാൻ ഗ്രാമിനെ 10,000 രൂപയ്ക്ക് മലപ്പുറത്തും തൃശൂരും വിൽപ്പന നടത്തുകയാണ് എന്ന മൊഴി നൽകിയിട്ടുള്ളതാണ്. തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ എസ് പ്രമോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ഷമീർ കെ.എ, റെയിൽവേ CIB ഹെഡ് കോൺസ്റ്റബിൾ ജോസ്, എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനൂപ് കുമാർ, സുധീർ KK, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ, ഇൻസ്പെക്ടർ ഗ്രേഡ് സുനിൽ കുമാർ, സന്തോഷ്, ഗിരീഷ്, രാജു, പ്രവീൺ, പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ മണ്ഡലത്തിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ നടന്നു. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്ത റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷ പരിപാടികൾ വിവിധ കലാകായിക പരിപാടികളോടെ നടന്നു. തെക്കുംകര പഞ്ചായത്ത് മുട്ടക്കോഴി വിതരണം പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.